അപ്പോൾ നമുക്കിന്ന് ലെഗ് ഡേ ആണ്. ലെഗ് ഡേ ഫേസ് 2 ക്വാഡ്സിന് 4 എക്സസൈസ്, ഹാംസ്ട്രിങ്ങിന് 4 എക്സസൈസ്, കാഫിന് 1 എക്സസൈസ്. ഓക്കെ, ടെൻഷൻ നമുക്ക് 2 സെറ്റ് 9 എണ്ണം വെച്ചിട്ട് വരുന്നുണ്ട്. അത് ഫസ്റ്റ് ഒരു വാം അപ്പ് സെറ്റ് എടുക്കുക. ഇതിൽ നമ്മൾ ടെമ്പോ യൂസ് ചെയ്യുന്നുണ്ട്. സ്കോട്ടാണ്. നിങ്ങൾക്ക് ഫ്രീ ബാർ സ്കോട്ടിലും ചെയ്യാം, സ്മിത്തിലും ചെയ്യാം കേട്ടോ. അടുത്ത ലെഗ് എക്സ്റ്റൻഷനാണ്. സിംഗിൾ ലെഗ് 2 സെറ്റ് 20 വെച്ചിട്ട്. അടുത്ത ലെക്കുകൾ ഞാനൊരു ടെക്നിക്ക് യൂസ് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ പറയാം. ഇതിൽ ഞാൻ ഫുള്ള് എടുക്കില്ല, ഇവിടെ മുട്ടുകുത്തിട്ട് ഒന്ന് ഞെളിഞ്ഞ് നിന്നിട്ട് മാക്സിമം ടെൻഷൻ ഹാംസ്ട്രിങ്ങിന് കൊടുക്കുക. അത്ര ഉള്ളത്. വെയിറ്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല, നമ്മുടെ കോൺസെൻട്രേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ കോൺസെൻട്രേഷൻ കിട്ടുന്നത് കേട്ടോ. സ്റ്റാൻഡിങ് ലെക്ക് എനിക്ക് മെഷീൻ ഇല്ലെങ്കിൽ കേബിൾ ക്രോസ് ഓവറിൽ ചെയ്യാൻ പറ്റും. സ്റ്റാൻഡിങ് ലെക്കുകൾ ഇതിൽ ഞാൻ വെയിറ്റ് ഒന്നും ഇടില്ല. എനിക്ക് ഹാംസ്ട്രിങ് ഭയങ്കര വീക്കാണ്. ഇതും 9 എണ്ണം 2 സെറ്റുള്ളൂ. നമ്മുടെ ഒരു ഫ്രണ്ട് RDയിൽ മുമ്പ് ബാക്ക് പെയിൻ വരേണ്ടതെന്ന് പറഞ്ഞായിരുന്നു. സിസ്റ്റർ ഒന്ന് കാണിച്ചു തരാം എന്തായാലും. അതായിരുന്നോട്ടെ. സ്റ്റിഫ് ലെഗ് അല്ലെങ്കിൽ RDL എന്ന് പറയണത് നമ്മൾ ചെറിയതിൽ ഓക്കെയായിട്ട് ചെറിയൊരു പെൻഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ കാല് നിർത്തണത്. ഈ ഇറങ്ങും തോറും നമ്മുടെ അരഭാഗമല്ലേ, ഹിപ്പ്, ഈ ഭാഗം അത് പിന്നിലേക്ക് ഞെളിയിക്കുക കേട്ടോ. അങ്ങനെ ഞെളിഞ്ഞ് മാക്സിമം ഇറക്കുമ്പോൾ ഞെളിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഹാംസ്ട്രിങ് വലിയണം അറിയാൻ പറ്റും. വലിഞ്ഞോ അവിടെ വരെ മതി, തിരിച്ചു വരും. മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്തിട്ട് താഴത്തേക്ക് ഇറക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണ ഗുഡ് മോർണിംഗ് ആണ്. ഇതേപോലെ തന്നെ പരിപാടി, പക്ഷേ തോളത്താണ് നമ്മൾ വെയിറ്റ് വെക്കണം എന്നുള്ളത് കേട്ടോ. മെല്ലെ ചെസ്റ്റ് തള്ളി പിടിച്ച് ഇറങ്ങണു, വളഞ്ഞിട്ടല്ല ഇറങ്ങണത്, ചെസ്റ്റ് തള്ളി പിടിച്ച് ഇറങ്ങണം. അതേ വേറ്റെ അര പിന്നിക്ക് ആക്കി പോകണം, മേലേക്ക് പൊക്കണം നമ്മുടെ ഹിപ്പ് കേട്ടോ. ഓക്കെ, ഫൈൻ. 2. അടുത്തത് അഡക്ടർ മെഷീനാണ്. നമുക്ക് മെഷീനില്ല, അതുകൊണ്ട് നമ്മൾ ബോൾ വെച്ചിട്ടൊരു പൂശ 20 എണ്ണം 2 സെറ്റ്. ഓക്കെ, നിങ്ങൾക്ക് അഡക്ടർ മെഷീൻ്റെ കയ്യിൽ കേട്ടോ. എനിക്കിതിഷ്ടം. 1 2. ഇതിലെന്താ ചെയ്തിട്ട് മാക്സിമം കംപ്രസ് ചെയ്യിപ്പിക്കുക കേട്ടോ. നമുക്ക് മറ്റേ സ്ട്രെച്ചിങ് ഒന്നും ഇതിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം കംപ്രസ് ചെയ്യിക്കേണ്ടി വിടണം, അത്ര ഉള്ളൂ. അടുത്ത് സ്റ്റാൻഡിങ് ഹാഫ് റൈസ്. ബെസ്റ്റ് സ്റ്റാൻഡിങ് ഹാഫ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെഗ് പരിപാടി കഴിഞ്ഞു. നാളെ റെസ്റ്റ് ഡേ, പോസിങ് പ്രാക്ടീസ് ഉണ്ട്. അത് വേണമെങ്കിൽ വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ.